ശങ്കറിൻ്റെ ഗെയിം ചേഞ്ചർ. വെൽക്കം എവറി വൺ, വെൽക്കം ടു തംജി. എടേ ശങ്കർ സാർ, എനിക്ക് സത്യമായിട്ട് ചോദിക്കാറുണ്ട്. സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കാറുണ്ട്. സാർ ഇപ്പോഴും 2005 ഉള്ളത്. സാർ നമ്മൾ 2025 സാർ. ഈ ഒരു പടം സത്യം പറയട്ടെ, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം മുന്നേ ആണെങ്കിൽ ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്ററാണ്. അന്നത്തെ കാലത്ത് ഈ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, പുള്ളിയുടെ എല്ലാ സിനിമയിലും നമ്മൾ കാണുന്നൊരു സംഭവമുണ്ട്, ഈ പൊളിറ്റിക്സ്, കറപ്ഷൻ. ഇന്ത്യൻ 2 എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുള്ള അപരാധത്തിലും സെയിം സാധനം. ഇത് എത്ര കാലയുടെ ഈ ഒരു കോൺസെപ്റ്റും വെച്ച് കളിക്കണേ, ഒരു മാറ്റം വേണ്ടേ? ഇനി പോട്ടെ, സെയിം കോൺസെപ്റ്റ് ആണെങ്കിൽ പോട്ടെ, അതൊരു സിനിമയാക്കി എടുക്കുമ്പോൾ വെറുതെ കുറേ സീനുകൾ ഇങ്ങനെ നിറച്ചിട്ട് പിന്നെ എഡിറ്റിംഗ് ടൈം ലൈനിൽ കയറ്റി ഇട്ടിട്ട് നമുക്ക് മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുതരാണോ വേണ്ടത്? അടെ എന്താണ് ഇനി സാർ, ഇനി ഒരു പടം ചെയ്യാൻ സാർ പോകുന്നെന്ന് കേട്ടു. എന്താ ഒരു വേൽപ്പാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയൊക്കെ കേട്ടു. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് തന്നെ വേണ്ട സാർ, മതി സാർ. നമുക്കെന്തിന് വിലയില്ലേ, ഓഡിയൻസിന് വിലയില്ലേ? നമ്മൾ 250 രൂപയും 200 രൂപയും പൈസ കൊടുത്തിട്ട് പോകുന്ന നമുക്ക് പുല്ല് വിലയാ. ഇയാളെ വിശ്വസിച്ച് പൈസ ഇറക്കുന്ന പ്രൊഡ്യൂസറെ ഇനി എങ്ങനെ ചെയ്യും? എന്ത് വിശ്വസിച്ചിട്ട് ഇറക്കണത്? 500 കോടിയൊക്കെയാണെന്ന് ഈ പടത്തിന്റെ ബജറ്റ് എന്നാണ് കേട്ടത്. 75 കോടി 80 കോടിയൊക്കെ പാട്ടിന് വേണ്ടി മാത്രം. എന്താണിത്? പൈസക്കൊന്നും വിലയില്ലേ? എടേ, കഴിവുള്ള പിള്ളേർക്ക് കൊടുക്കണേ പൈസ. സത്യമായിട്ടും ഇതൊക്കെ മലയാളത്തിലൊക്കെ ഈ ഒരു 75 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ 4 പടം എടുക്കൂലേ? എത്ര ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ സത്യം ഒരാൾ മുന്നേ എന്നായിരുന്നു എന്നുള്ളതിൽ കാര്യമില്ല. ഇയാള് നമുക്കറിയാം, ശങ്കർ ബ്രഹ്മാണ്ഡ ഡയറക്ടർ ആയിരുന്നു. ഇപ്പൊ എന്തൊക്കെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ, മുതൽവൻ, അന്യൻ, റോബോ, യന്തിരൻ, പിന്നെ നൻപൻ, ഇങ്ങനെ എന്തൊക്കെ പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നിട്ട് ഇപ്പോഴെന്താണെന്നുള്ളതിലാണല്ലോ പ്രസക്തി, അല്ലേ? അതിനാണല്ലോ പ്രസക്തി. മുന്നേ ഒരാൾ എന്തായിരുന്നു എന്നുള്ളതിലല്ല, പ്രസന്റിൽ. നമ്മൾ ജീവിക്കുന്നത് പ്രസന്റിലാണ്. അപ്പൊ ഇന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ സാർ ഈ പണി മതിയാക്കുന്നതാണ് നല്ലത്. 2.25 മണിക്കൂറാണ് പടം. സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു 10 മിനിറ്റിൽ പറഞ്ഞു തീരേണ്ട സാധനമാണ് 1.5 മണിക്കൂർ 1.25 മണിക്കൂർ നീട്ടി വലിച്ച് കൊണ്ടുപോണത്. എങ്ങനെ പറ്റണിത്? ഇത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ഗ്ലോബൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗ് ലൈനൊക്കെ കൊടുത്തിട്ടാണ് രാംചരനെ കൊണ്ടുവന്നിട്ടുള്ളത്. പുള്ളി ശ്രമിച്ചിട്ടുണ്ട്, മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പുള്ളി ഒരു പവർ ഹൗസ് ആണ്. പെർഫോമൻസ് നമുക്കറിയാം. എല്ലാ കേസിലും, ഫൈറ്റിലും, ആക്ഷനിലും, ഡാൻസിലും ഒക്കെ പുള്ളി കിടിലം പോലെ ചെയ്യും. പക്ഷെ ഇതിൽ പുള്ളിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കണ്ട് ഇത്ര ചെയ്തപ്പോൾ ഓക്കെ മതി. ഡാൻസ് ഒക്കെ കാണണം, പാട്ട് ഒരു വഴി, ഡാൻസ് ഒരു വഴി, സ്റ്റെപ്പ് വേറെ വഴി, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വിഷ്വൽ നിറച്ച് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു കാര്യമില്ല. പാട്ടെന്നൊക്കെ പറഞ്ഞ എൻ്റെ മോനെ, തമൻ്റെ മ്യൂസിക്കലാണ്. സഹിക്കാൻ പറ്റില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നു. സത്യം പറയുന്നു, സത്യം. ഞാൻ നല്ല പ്രതീക്ഷയോട് പോയി കാണാണ്. ഒരു തിയേറ്ററിക്കൽ മെറ്റീരിയലെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഒരു പുണ്ണാക്കുമല്ല, ഒരു മണ്ണും പുണ്ണാക്കും ഇല്ലാത്ത ഒരു പടം. കഥയെന്നൊക്കെ പറയാൻ ഒന്നുമില്ലടേ. കഥയെന്നൊക്കെ പറഞ്ഞാൽ സെയിം സാധനം 2000 തൊട്ട് 2005 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇട്ട് വരച്ചിട്ടുള്ള സാധനം തന്നെ വീണ്ടും എടുത്തിട്ട് പുള്ളി ഇത് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഒരു IAS ഓഫീസർ, ഒരു IPS ഓഫീസർ, IAS ഓഫീസർ, പിന്നെ മന്ത്രി, ഇത് തമ്മിലുള്ള ഫൈറ്റ്, അവസാനം ജയിക്കുന്നു, വോട്ടെണ്ണൽ, പിന്നെ പൊളിറ്റിക്സ്, എന്താണ് എലക്ഷൻ, ഇത് തന്നെ സാധനം. ഒരു ദിവസം കൊണ്ട് സ്റ്റേറ്റ് ക്ലീൻ ആക്കുന്നു, ബിൽഡിങ് 30 സെക്കൻഡ് കൊണ്ട് ഡെമോളിഷ് ചെയ്ത് ബോംബ് പൊട്ടിക്കുന്നു. ലോജിക്ക് പോട്ടെ, ലോജിക്കൊക്കെ നമ്മൾ നോക്കുന്നില്ല, അതൊക്കെ പോട്ടെ. ലോജിക്കൊന്നും നമ്മൾ നോക്കിയിട്ടല്ല ഒരു കൊമേഴ്ഷ്യൽ പടത്തിന് പോകുന്നത് നമുക്ക് പറയാം. പക്ഷേ ലോജിക്കിലൊരു ലോജിക്കില്ലടേ, അതാണ് ഞാൻ ചോദിക്കണത്. ആ കണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ. പിന്നെ ഒരു ബോട്ട് ക്യാമറ വരെ വാടക എടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അത് യൂസ് ചെയ്തിട്ട് ഇനി ഇത് പിന്നെന്താണ് ഇത്രയും വാടക കൊടുക്കുന്നില്ല നമ്മൾ, ഇതിനങ്ങ് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോഴും, കിടക്കുമ്പോഴും, ഇരിക്കുമ്പോഴും, കണ്ണട വെക്കുമ്പോഴും, അടിക്കുമ്പോഴും, ഫൈറ്റിലും എല്ലാം ഒരു ക്യാമറ, ഈ ബോട്ട് ക്യാമറ ഇങ്ങനെ പോകുന്നു, അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. എന്തിനിത്? പിന്നെ തലകറക്കുന്നതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ക്യാമറ വെച്ച് നമ്മളെ തലകറക്കാണ്, ലിറ്ററലി വട്ടം കറങ്ങാണ്. ക്യാമറ നിന്ന് കറങ്ങൽ എന്നൊക്കെ പറഞ്ഞാൽ എടേ ഒരു മയത്തിൽ കറക്കണ്ടേ. അത് എഡിറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം.
ശരിക്കും നമുക്ക് ഞാൻ കണ്ണു പൂട്ടി പോയി സത്യം പറഞ്ഞ കുറച്ച് സമയം കഴിഞ്ഞിട്ട്. കാരണം ഇതിങ്ങനെ കറങ്ങാണ്. ഒറ്റ ഡയറക്ഷനിൽ ക്യാമറ കറങ്ങി 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 ആക്ടേഴ്സിനെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ കറക്കുന്നത്. ഏതൊക്കെ സ്ഥലത്ത് ക്ലോക്ക് തിരിയുന്നതിനൊക്കെ ക്യാമറ കറക്കുന്നു. ഇതൊന്നും രണ്ടൊന്നുമില്ല, കുറേ സമയം. അയ്യോ, സത്യം പറയാലോ സഹിക്കാൻ പറ്റില്ല പടം. നിങ്ങൾക്ക് പോയി കാണാടെ. ഇനിയിപ്പം ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ കാണാൻ നിൽക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെ പേഴ്സണലി സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ കാണണ്ടെങ്കിൽ കാണണ്ട, ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ. ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇത് തെലുങ്കിലൊക്കെ എന്തായാലും ഷുവർ ഷോട്ട് ഹിറ്റ് ആയിരിക്കും. പുള്ളിയുടെ ഫാൻ പവർ നമുക്കറിയാലോ, അതിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ എന്തായാലും ഹിറ്റായിരിക്കും. ഇവിടെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എപ്പോഴാണ് പോകുന്നത് പടം കണ്ടു നോക്കുക. കാണണ്ടെന്ന് ഞാൻ ഒരിക്കലും മാറ്റില്ല. ഒരു സിനിമ ഞാൻ നിങ്ങളോട് പോയി കാണണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പോയി കാണാം. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, ഇത്രയേ ഉള്ളൂ പറയാൻ. ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെക്സ്റ്റ് നമ്പർ 1 എ ക്ലാസ് അപരാധം പടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് പോയി കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വന്ന് പറയാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അത്ര തന്നെ. എന്നാലും അയ്യോ, പിന്നെ പെർഫോമൻസ് എടുക്കുന്ന സമയത്ത് എസ് ജെ സൂര്യ ഉണ്ട്, കിയാരി അഡ്വാനി എന്നൊക്കെ പറഞ്ഞിട്ടൊരു നടീനെ കൊണ്ടുവന്നിട്ട് എന്തിനടേ ഡാൻസ് കളിക്കണം, നായകൻ്റെ ലവ് ട്രാക്ക് കാണിക്കണം. അയ്യോ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ സത്യം പറയാലോ. നമ്മൾ ഇത് നിങ്ങൾ ഒ ടി ടിയിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ 2.25 മണിക്കൂർ പടം നിങ്ങളൊരു മിനിമം ഒരു 1.5 മണിക്കൂറിൽ കണ്ടു തീർക്കും. ആ രീതിയിൽ നിങ്ങൾ അടിച്ചടിച്ച് പോകും. അമ്മാതിരി ക്രിഞ്ച് ഫെസ്റ്റാണ്. ഡയലോഗ്സ്, കോമഡീസ്, ലവ്, ഫ്ലാഷ് ബാക്ക് എന്തൊക്കെയാണ്. പിന്നെ ഡബിൾ റോളാണ് പുള്ളി വരുന്നത്, ഒരു അച്ഛനും അമ്മകനുമായിട്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഗാന്ധിയൻ. സത്യം പറഞ്ഞ ഗാന്ധിയനാണ്. വിക്കുള്ള ഒരു ക്യാരക്ടറാണ്. അതൊക്കെ പറ്റില്ല. രാം ചരണിനെ കൊണ്ട് പറ്റില്ല എന്നല്ല, ചിലപ്പം എന്താണ് ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കും. ഡയറക്ടറിനെ നമ്മൾ പറയുന്നില്ല, ഓക്കെ മതി. രാം ചരണിനെ ഏറ്റവും ഈ കിടിലം പോലെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് രാജമൗലി പടത്തിൽ തന്നെയാണ്. പുള്ളിക്ക് അറിയാം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്, എത്രത്തോളം പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു വിധത്തിൽ 2.25 മണിക്കൂർ കണ്ടിരുന്ന് തീർത്തൊരു പടം. ലാസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പിന്നെ ക്രെഡിറ്റ്സ് കാണിക്കുമ്പോഴും പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ആരെ നിൽക്കാൻ ആരിരിക്കാൻ ഇറങ്ങി ഓടി, അത്ര തന്നെ. എന്ത് അയ്യോ മതി.